ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഗണിതം സബ്ജക്റ്റിൽ വരുന്ന 8ാമത്തെ പാഠമായിട്ടുള്ള ഇങ്ങനെ അളക്കാം എന്നതിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 137, 138 പേജിലാണ് വരുന്നത്. സോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. മികവുത്സവത്തിന് രക്ഷിതാക്കൾക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു. ലിനിക്ക് കിട്ടിയ ചതുരക്കാർഡിൻ്റെ വശങ്ങളുടെ നീളം 16 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററും 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററും ആണ്. കാർഡിന് ചുറ്റും കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാൻ ആവശ്യമായ പേപ്പറിൻ്റെ നീളം എത്രയാണ്? ഇവിടെ ലിനിക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കാൻ ഒരു ചതുര കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ വശങ്ങളുടെ നീളം ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചത് ഈ കാർഡിന് ചുറ്റും കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എത്ര നീളമുള്ള പേപ്പർ വേണം എന്നാണ് ചോദ്യം. ലിനിയുടെ ചതുരം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണല്ലോ വശത്തിൻ്റെ നീളം വരുന്നത്. സോ ഇവിടെ അവൾക്ക് റിബൺ ഒട്ടിച്ച് കണ്ടാണ് ഈ ഒരു ചതുരത്തെ അലങ്കരിക്കേണ്ടത്. സോ അവൾ എന്ത് ചെയ്യും? ഈ ഒരു സൈഡിൽ റിബൺ നീളത്തിൽ ഒട്ടിക്കും. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നീളമായി? 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റർ നീളമുള്ള റിബൺ അവൾക്ക് വേണം. ഇനി നേരെ താഴേക്ക് ഒട്ടിക്കണം. അപ്പോൾ അവൾക്ക് 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്റർ നീളമുള്ള റിബൺ വേണം. ഇനി നേരെ താഴെ ഒട്ടിക്കണം. അവിടെ ഒട്ടിക്കുമ്പോൾ അവിടുത്തെ നീളം എന്താണ് വരുന്നത്? ചതുരമായത് കൊണ്ട് തന്നെ മുകളിലത്തെ നീളം തന്നെയാണ് ഇവിടെ താഴെയും വരിക. സോ ഇവിടെയും 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. സോ അവൾക്ക് വീണ്ടും ഇതേ നീളമുള്ളത് വേണ്ടി വന്നു. ഇനി സൈഡിലത്തെ എടുക്കുമ്പോൾ 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണ് വരിക. ഇനി സോ ഇത്രയും സ്ഥലത്താണ് ഇതിൻ്റെ ചുറ്റുഭാഗത്തും അവൾക്ക് റിബൺ ഒട്ടിക്കേണ്ടതുണ്ട്. സോ ഇത്രയും നീളമുള്ള റിബണാണ് അവൾക്ക് വേണ്ടത്. നമുക്ക് മൊത്തത്തിൽ എത്ര നീളമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ നീളങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. അതായത് 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റർ കൂട്ടണം. പിന്നെയും 16 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും വരുന്നുണ്ടല്ലേ. സോ അവൾക്ക് താഴെയും ഒട്ടിക്കത് കൊണ്ട് തന്നെ ഇതേ മെഷർമെൻറ്റ് തന്നെ താഴെയും വരുന്നുണ്ട്. ഇനി സൈഡിലത്തെ നീളം 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. അതിൻ്റെ നേരെ എതിർവശത്തും അതേ നീളം തന്നെയാണ് 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും. ഇനി നിങ്ങൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ് മില്ലിമീറ്ററുകൾ മാത്രം തമ്മിൽ കൂട്ടുക, സെൻറ്റിമീറ്ററുകൾ തമ്മിൽ മാത്രം കൂട്ടുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് ഫോർ ഗണിതം നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ 8, 8, 16, 16, 2, 18, 18, 2, 20 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അവളുടെ റിബണിൻ്റെ നീളം വരുന്നതിൽ 20 മില്ലിമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് സെൻറ്റിമീറ്ററുകൾ കൂട്ടി നോക്കാം. മില്ലിമീറ്ററുകളാണ് ആദ്യം കൂട്ടേണ്ടത്. ആദ്യം കൂട്ടി അത് അവിടെ എഴുതി മാറ്റി വെക്കുക. ഇനി സെൻറ്റിമീറ്ററുകൾ കൂട്ടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. 50 സെൻറ്റിമീറ്ററും 20 മില്ലിമീറ്ററുമാണല്ലോ. ഇവിടെ ശ്രദ്ധിച്ചേ, 20 മില്ലിമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ കഴിയും. കാരണം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ 20 മില്ലിമീറ്റർ ഇല്ലേ? അതായത് 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് ഈ സെൻറ്റിമീറ്ററിനെ 50 സെൻറ്റിമീറ്ററിനേക്ക് കൊടുക്കാം. അപ്പോൾ 52 സെൻറ്റിമീറ്റർ എന്നായി ഉത്തരം. സോ ലീനയുടെ നീളം വരുന്നത്, റിബണിൻ്റെ നീളം 52 സെൻറ്റിമീറ്റർ ആണ്. ചോദ്യം 2. ചിന്നുവിൻ്റെ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് ആദ്യ ആഴ്ച 6 കിലോമീറ്ററും 700 മീറ്ററും രണ്ടാമത്തെ ആഴ്ച 8 കിലോമീറ്ററും 300 മീറ്ററും പൈപ്പ് സ്ഥാപിച്ചു. ആകെ എത്ര ദൂരം പൈപ്പ് സ്ഥാപിച്ചു എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ആഴ്ചയിലെ ദൂരം ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിലെ ദൂരവും ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ദൂരം കാണാൻ വേണ്ടിയിട്ട് ഈ 2 ദൂരം കൂടി കൂട്ടി നോക്കിയാൽ പോരെ. സോ നമുക്കിതൊന്ന് കൂട്ടാം.
ഇവിടെ 6 കിലോമീറ്ററും 700 മീറ്ററും 8 കിലോമീറ്ററും 300 മീറ്ററുമാണല്ലോ കൂട്ടേണ്ടത്. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, മീറ്ററുകൾ തമ്മിൽ മാത്രം കൂട്ടുക, കിലോമീറ്ററുകൾ തമ്മിൽ മാത്രം കൂട്ടുക. മീറ്റർ കൂട്ടിയപ്പോൾ നമുക്ക് 1000 മീറ്റർ എന്ന് കിട്ടി. ഇനി കിലോമീറ്റർ കൂട്ടി നോക്കാം. 6ഉം 8ഉം 14 കിലോമീറ്റർ എന്നും കിട്ടി. ഇവിടെ നമുക്കറിയാം 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് തുല്യമാണ്. സോ നമുക്ക് 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്ന് എഴുതാം. ഇനി 1 കിലോമീറ്ററിനെ നമുക്ക് 14 കിലോമീറ്ററിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദൂരം, ആകെയുള്ള ദൂരം 15 കിലോമീറ്റർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ചോദ്യം 3. രക്തദാനം മഹാദാനം സന്ദേശം പകരാൻ ചിന്നുവിൻ്റെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം NSS കൂട്ടുകാർ സൈക്കിൾ ജാഥ നടത്തി. 2 ദിവസങ്ങളിലായി 17 കിലോമീറ്റർ 200 മീറ്റർ ആണ് സഞ്ചരിച്ചത്. ആദ്യ ദിവസം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാം ദിവസം എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. ഇവിടെ 2 ദിവസം കൂടി സഞ്ചരിച്ചിട്ടുള്ള ദൂരം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ദിവസം സഞ്ചരിച്ച ദൂരം കാണാൻ വേണ്ടിയിട്ട് 2 ദിവസം സഞ്ചരിച്ചതിൽ നിന്ന് ഒന്നാമത്തെ ദിവസത്തെ സഞ്ചരിച്ച ദൂരം കുറച്ച് നോക്കിയാൽ പോരെ. സോ നമുക്ക് കുറയ്ക്കാം. 17 കിലോമീറ്ററും 200 മീറ്ററിൽ നിന്ന് 9 കിലോമീറ്ററും 300 മീറ്ററുമാണല്ലോ കുറയ്ക്കേണ്ടത്. മീറ്ററുകൾ തമ്മിൽ മാത്രം ആദ്യം കുറയ്ക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ, 200 മീറ്ററിൽ നിന്ന് 300 കുറയ്ക്കാൻ പറ്റുമോ? 200ൽ നിന്ന് 300 കുറയ്ക്കാൻ സാധ്യമല്ല, മൈനസ് വരുമല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് മാത്രമായിട്ട് മാറ്റി എഴുതാം. അതായത് ഇവിടെ കിലോമീറ്ററിലും മീറ്ററിലും തന്നതിനെ നമുക്ക് മീറ്ററിലേക്ക് മാത്രമായിട്ട് മാറ്റി എഴുതാം. അങ്ങനെ എഴുതാൻ സിമ്പിളാണെന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 17 കിലോമീറ്ററിനും 200 മീറ്ററിനെയും മീറ്ററിലേക്ക് മാത്രമായിട്ട് എഴുതാൻ 17നെയും 200നെയും ഒരുമിച്ച് എഴുതുക. അതായത് 17,200 എന്ന് കിട്ടും. 9 കിലോമീറ്ററും 300 മീറ്ററിനെ മീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ 9നെയും 300നെയും ഒരുമിച്ച് എഴുതിയപ്പോൾ 9,300 എന്നും കിട്ടി. നമുക്ക് സിമ്പിളായിട്ട് കുറയ്ക്കാം. 0 0 പോയാൽ 0, 0ൽ നിന്ന് 0 പോയാൽ 0, 2ൽ നിന്ന് 3 പോവില്ല. സോ നമ്മൾ സൈഡിൽ നിന്ന് കടമെടുക്കും, 12 എന്നാവും. 12ൽ നിന്ന് 3 പോയാൽ 9, 7 എന്നുള്ളത് 6 ആയി ഉണ്ടാവും. 6ൽ നിന്ന് 9 പോവില്ല. സോ 16ൽ നിന്ന് 9 കുറയ്ക്കുക. നമുക്ക് 16ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 7 എന്നും കിട്ടും. 7,900 എന്നാണ് നമ്മുടെ ആൻസർ വരിക. സോ നമുക്കറിയാം ഇവിടെ 7,900 എന്ന് പറയുന്നതിൽ നമുക്ക് കിലോമീറ്ററിലേക്കുമായിട്ട് മാറ്റി എഴുതാം. നമുക്കറിയാം 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 7,900 എന്ന് പറയുന്നതിൽ എത്ര ആയിരങ്ങളുണ്ട്? 7 ആയിരങ്ങളാണുള്ളത്. സോ ഇവിടെ 7 കിലോമീറ്റർ ഉണ്ട്. ഓരോ ആയിരങ്ങളും 1 കിലോമീറ്റർ ആണ് നമുക്കറിയാം. ഇവിടെ 7 ആയിരങ്ങളുണ്ട്. സോ 7 കിലോമീറ്ററും ബാലൻസ് വന്നത് 900 മീറ്ററുമാണ് ആൻസർ വരിക. നമുക്ക് ഈ കുറയ്ക്കൽ വേറൊരു രീതിയിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 200ൽ നിന്ന് 300 കുറയ്ക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 17 കിലോമീറ്ററിൽ നിന്ന് നമുക്കൊന്ന് കടമെടുക്കാം. അപ്പോൾ അവിടെ 16 കിലോമീറ്റർ എന്നാവും. 1 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങി. നമ്മൾ വാങ്ങിയ 1 കിലോമീറ്റർ ഇവിടെ കിലോമീറ്ററിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇത് മീറ്ററിൻ്റെ സ്ഥലമാണ്. സോ ഇവിടെ നമ്മൾ കിലോമീറ്ററിൽ എഴുതാൻ പറ്റില്ല. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെന്ന്. സോ നമ്മളിവിടെ കടമായിട്ട് വാങ്ങിയ 1 കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിൽ എഴുതും. അതായത് 1 കിലോമീറ്ററിനെ 1000 മീറ്റർ എന്ന് എഴുതും. ഇനി ഈ 1000 മീറ്ററും 200 മീറ്ററും ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്ന 200 മീറ്ററും 1200 മീറ്ററായി 16 കിലോമീറ്ററും ഒന്ന് പോയപ്പോൾ 16 കിലോമീറ്റർ. ഇനി അതിൽ നിന്നും കുറയ്ക്കാം 9 കിലോമീറ്ററും 300 മീറ്ററും. ഇനി സിമ്പിളായിട്ട് നമുക്ക് സദാ പോലെ കുറച്ച് നോക്കാവുന്നതാണ്. 0 0 പോയാൽ 0 ആണ്. 0ൽ നിന്ന് 0 പോയാൽ 0. പിന്നെ 2ൽ നിന്ന് 3 പോവില്ല. സോ നമ്മൾ കടമെടുക്കും. 12ൽ നിന്ന് 3 പോയാൽ 9 എന്ന് കിട്ടും. 900 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിലോമീറ്ററുകൾ കുറച്ച് നോക്കാം.
16-ൽ നിന്ന് 9 പോയാൽ 7 ആണ്. നമുക്കിവിടെ 7 കിലോമീറ്റർ എന്നും കിട്ടി. സോ ഇതാണ് ആൻസർ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള രീതി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഈ ചോദ്യം 4 നോക്കിക്കേ. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണത്തിൻ്റെ ഭാഗമായി 15 കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ 3 ദിവസം കൊണ്ട് വൃത്തിയാക്കി. ആദ്യ ദിവസം 4 കിലോമീറ്റർ 325 മീറ്റർ ദൂരവും രണ്ടാം ദിവസം 6 കിലോമീറ്റർ 500 മീറ്റർ ദൂരവും വൃത്തിയാക്കി. മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ 3 ദിവസം കൂടി കൂട്ടിയിട്ട് എത്രയാണ് ദൂരം വൃത്തിയാക്കിയതെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം വേറിട്ട് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസവും വേറിട്ട് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഈ 3 ദിവസം കൂടി കൂട്ടിയിട്ടുള്ള ദൂരത്തിൽ നിന്ന് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസത്തിൻ്റെ ദൂരവും കുറച്ചാൽ നമുക്ക് മൂന്നാമത്തെ ദിവസത്തിൻ്റെ ദൂരം കിട്ടുന്നതാണ്. നമുക്കിവിടെ 15 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററും 325 മീറ്ററും 6 കിലോമീറ്ററും 500 മീറ്ററും ആണല്ലോ കുറയ്ക്കേണ്ടത്. നമുക്കറിയാം കുറയ്ക്കുമ്പോൾ മീറ്ററിൽ നിന്ന് മാത്രമേ മീറ്റർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ 15 കിലോമീറ്റർ എന്നുള്ളത് തനിച്ചാണ്, ഇവിടെ മീറ്റർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറയ്ക്കാൻ? മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള മീറ്ററുകൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ 15 കിലോമീറ്ററിൽ നിന്ന് കടമെടുക്കും. 15 കിലോമീറ്ററിൽ നിന്ന് 1 കിലോമീറ്ററിനെ കടമായിട്ട് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇവിടെ കിലോമീറ്ററിൽ എഴുതാൻ പറ്റില്ല, മീറ്ററിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 1 കിലോമീറ്റർ എന്നുള്ളത് 1000 മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിവിടെ 1000 മീറ്റർ എന്ന് 1 കിലോമീറ്ററിനെ എഴുതും. അവിടെ 15 എന്നുള്ളത് 14 എന്നുമാവും. ഇനി നമുക്ക് സിമ്പിളായിട്ട് കുറയ്ക്കാം. ഇവിടെ 1000-ൽ നിന്നാണ് ഇപ്പോൾ കുറയ്ക്കേണ്ടത്. 0-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. സോ നമ്മൾ അവിടുന്ന് കടമെടുക്കും. കുറയ്ക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കടമെടുക്കുന്ന കാര്യങ്ങൾ. അവിടെ 0 എന്നുള്ളത് 10 ആവും. 10-ൽ നിന്ന് പിന്നെയും അടുത്ത 0-ത്തിലേക്ക് കടമെടുക്കുന്നത് എന്തുകൊണ്ട് അവിടെ 9 ആവും. അടുത്തതിൽ 10 ആവും. പിന്നെയും അടുത്ത 0-ത്തിലേക്ക് കടം വേണ്ടതുണ്ട്. സോ അവിടെ 9 ആവും, ഇവിടെ 10 ആവും. ഇനി 10-ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 5 ആണ്. ഇനി 9-ൽ നിന്ന് 2 പോകുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി. 9-ൽ നിന്ന് 3-ഉം 5-ഉം പോയാൽ നമുക്ക് 1 എന്നും കിട്ടി. സോ അവിടുത്തെ ഉത്തരം 175 മീറ്റർ എന്നാണ്. നമുക്ക് കിലോമീറ്റർ കുറയ്ക്കാം. ഇവിടെ 14-ൽ നിന്ന് 4 പോയാൽ 10 ആണ്. 10-ൽ നിന്ന് 6 പോയാൽ നമുക്ക് 4 എന്ന് കിട്ടി. ഉത്തരം 4 കിലോമീറ്ററും 175 മീറ്ററുമാണ്. ഇതാണ് മൂന്നാമത്തെ ദിവസം ദൂരം എന്ന് പറയുന്നത്. ഇനി 5-ാമത്തെ ചോദ്യം. മികവുത്സവത്തിൻ്റെ ഭാഗമായി ബാഡ്ജ് ഉണ്ടാക്കാൻ ലെനി റിബൺ മുറിച്ച് കൂട്ടുകാർക്ക് കൊടുത്തു. പട്ടിക നോക്കി ചോദ്യങ്ങളുടെ ഉത്തരം കണക്കാക്കുക. ഇവിടെ ലിനിയുടെ കൂട്ടുകാർക്ക് മുറിച്ചു കൊടുത്ത റിബണിൻ്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട്. ജാൻവി 24 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ് അവളുടെ റിബണിൻ്റെ നീളം. ഇനി ഹാദിയ 21 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ, അബി 19 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ, ഹാരിസ് 26 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി താഴെ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഹാദിയക്ക് കിട്ടിയതിനേക്കാൾ എത്ര നീളം കൂടുതലാണ് ഫാരിസിന് കിട്ടിയ റിബണിന്? സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹാദിയേക്കാൾ എത്ര കൂടുതലാണ് ഫാരിസിന് എന്നാണ്. അതറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫാരിസിൻ്റെ റിബണിൻ്റെ നീളത്തിൽ നിന്ന് ഹാദിയുടെ നീളം കുറച്ചാൽ മതി. ഇവിടെ ഫാരിസിൻ്റെ റിബണിൻ്റെ നീളം 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററുമാണ്. ഹാദിയുടേത് 21 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. സോ നമുക്ക് എളുപ്പത്തിൽ 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററിൽ നിന്ന് 21 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും കുറയ്ക്കാം. നമുക്കിവിടെ കുറയ്ക്കാം. 7-ൽ നിന്ന് 5 പോയാൽ 2 മില്ലിമീറ്റർ ആയി. ഇനി സെൻറ്റിമീറ്റർ കുറയ്ക്കാം. 6-ൽ നിന്ന് 1 പോയാൽ 5, 2-ൽ നിന്ന് 2 പോയാൽ 0. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. സോ ഇതാണ് നമ്മുടെ ഉത്തരം.
അടുത്ത ചോദ്യം, ജാൻവിയും അബിയും അവർക്ക് കിട്ടിയ റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ച് അളന്നു നോക്കി. ആകെ നീളം എത്രയായിരിക്കും? അതായത് അബിയുടെ റിബണും വയ്ക്കുക, അതിനോട് കൂട്ടിച്ചേർത്ത് ജാൻവിയുടെ റിബണും വെക്കുക. അതായത് രണ്ടാളുടെ റിബണും കൂടി കൂട്ടുക. അപ്പോഴാണ് നമുക്ക് ആകെയുള്ള നീളം കിട്ടുക. ഇവിടെ അബിയുടെ നീളം 19 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. അതിനോട് ജാൻവിയുടേത് 24 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും കൂട്ടുക. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ കൂട്ടാം. 6ഉം 4ഉം കൂട്ടിയാൽ 10 കിട്ടി, 10 മില്ലിമീറ്റർ ആണ്. ഇനി സെൻറ്റിമീറ്റർ കൂട്ടി നോക്കാം. 4ഉം 9ഉം കൂട്ടുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. 13ൻ്റെ 3 അവിടെ എഴുതി, 1 2ൻ്റെ മുകളിൽ എഴുതുക. 2ഉം 1ഉം 3, 3 + 1 4, 43 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്റർ എന്ന് കിട്ടി. നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. നമുക്ക് ഈ 1 സെൻറ്റിമീറ്ററിനെ 43ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടാളുടെയും റിബണിന്റെ നീളം എന്ന് പറയുന്നത് 44 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ബാക്കി വന്ന റിബൺ ഫാരിസിന് കിട്ടിയ റിബണിന്റെ അറ്റത്ത് ചേർത്ത് വെച്ച് അളന്നപ്പോൾ ആകെ കിട്ടിയ നീളം 40 സെൻറ്റിമീറ്റർ ആയി. ഇനി ബാക്കി വന്ന റിബണിൻ്റെ നീളം കണക്കാക്കുക. അതായത് ഫാരിസിൻ്റെ റിബണിനോട് ബാലൻസ് ഇല്ല. ഇനി കുട്ടികൾക്കൊക്കെ റിബൺ കൊടുത്തപ്പോൾ അവൾക്ക് ബാലൻസ് ആയിട്ട് ബാക്കിയായിട്ട് കുറച്ച് റിബൺ കിട്ടി. അത് ഫാരിസിൻ്റെ റിബണിനോട് ചേർത്താണ് അവൾ കിട്ടിയത്. അപ്പോൾ ആകെയുള്ളത് 40 ആണ്. സോ ഫാരിസിൻ്റെതും നമുക്കറിയാം. എത്രയാണ് ബാക്കി വന്ന റിബൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 40ൽ നിന്ന് ഫാരിസിൻ്റെ റിബൺ കുറച്ച് നോക്കിയാൽ മതി. നമുക്കറിയാം കുറയ്ക്കുമ്പോൾ മില്ലിമീറ്ററിൽ നിന്ന് മാത്രം കുറയ്ക്കണം. ഇവിടെ 40 സെൻറ്റിമീറ്ററേ ഉള്ളൂ, മില്ലിമീറ്റർ ഇല്ല. സോ നമുക്ക് മില്ലിമീറ്റർ വേണം. സോ നമുക്ക് 40ൽ നിന്ന് 1 സെൻറ്റിമീറ്ററിനെ കടമായിട്ട് എടുക്കാം. സോ 40ൽ നിന്ന് 1 പോകുമ്പോൾ അവിടെ 39 സെൻറ്റിമീറ്റർ എന്നാവും. ഇനി നമുക്ക് ഈ 1 സെൻറ്റിമീറ്ററിനെ ആണല്ലോ നമ്മൾ കടമായിട്ട് എടുക്കുന്നത്. പക്ഷെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് കൊടുക്കുമ്പോൾ സെൻറ്റിമീറ്ററിൽ കൊടുക്കാൻ പറ്റില്ല. സോ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഇനി നമുക്ക് കുറയ്ക്കാം. 10ൽ നിന്ന് 7 പോയാൽ 3 മില്ലിമീറ്റർ എന്നായി. ഇനി സെൻറ്റിമീറ്റർ കുറച്ച് നോക്കാം. 9ൽ നിന്ന് 6 പോയാൽ 3 ആണ്. 3ൽ നിന്ന് 2 പോയാൽ 1 ആണ്. 13 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് ബാക്കി വന്ന റിബണിൻ്റെ നീളം. നിങ്ങൾക്ക് ഈ പാഠത്തിലുള്ള അവസാനത്തെ ചോദ്യമാണ്, കായികമേളയ്ക്ക് തോരണം കെട്ടാൻ പല നിറത്തിലുള്ള റിബൺ വാങ്ങി. 42 സെൻറ്റിമീറ്റർ 50 മില്ലിമീറ്റർ നീളമുള്ള പച്ച റിബണിൽ നിന്നും ഒരു റിബൺ വളയം ഉണ്ടാക്കാൻ 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മുറിച്ചെടുത്തു. ബാക്കി കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? എളുപ്പമല്ലേ? മുറിച്ചെടുത്ത കഷ്ണം നീളം നമുക്കങ്ങ് കുറച്ച് നോക്കിയാൽ പോരെ ബാക്കി കഷ്ണം അറിയാൻ വേണ്ടിയിട്ട്. അതായത് 42 സെൻറ്റിമീറ്റർ 50 മില്ലിമീറ്ററിൽ നിന്ന് 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ബാക്കി നീളം കിട്ടും. മില്ലിമീറ്റർ ആദ്യം കുറയ്ക്കാം. 0ൽ നിന്ന് 5 പോയില്ല. സോ 1 കടമെടുക്കും. 10ൽ നിന്ന് 5 പോയാൽ 5, 4ന് ഇറക്കി എഴുതും 45 മില്ലിമീറ്റർ. ഇനി സെൻറ്റിമീറ്റർ എഴുതാം. 2ൽ നിന്ന് 0 പോയാൽ 2, 4ൽ നിന്ന് 1 പോയാൽ 3, 32 സെൻറ്റിമീറ്ററും 45 മില്ലിമീറ്ററുമാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 35 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ നീളമുള്ള ചുവന്ന റിബണിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്രയാണ്? നമുക്ക് ഇവിടെയും മുറിച്ച് മാറ്റുന്ന കഷ്ണത്തിൻ്റെ നീളം അങ്ങ് കുറച്ചാൽ മതി. അതായത് 35 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും കുറയ്ക്കാം. 8ൽ നിന്ന് 5 പോയാൽ 3 ആണ്. 3 മില്ലിമീറ്റർ കിട്ടി. ഇനി സെൻറ്റിമീറ്റർ കുറയ്ക്കാം. 5ൽ നിന്ന് 0 പോയാൽ 5 ആണ്. 3ൽ നിന്ന് 1 പോയാൽ 2, 25 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് ബാക്കി വന്ന കഷ്ണത്തിൻ്റെ നീളം. അടുത്ത ചോദ്യം, 95 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ നീളമുള്ള നീല റിബണിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 2 കഷ്ണം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്രയാണ്?
ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നേരത്തെയൊക്കെ ഒരു കഷ്ണമാണ് മുറിച്ച് മാറ്റിയത്. ഇവിടെ 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 2 കഷ്ണങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? 2 പ്രാവശ്യം 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും കുറയ്ക്കണം. നമുക്ക് മില്ലിമീറ്റർ മാത്രം കുറയ്ക്കാം. ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 4-ൽ നിന്ന് 5ഉം 5ഉം കുറയ്ക്കണം. 4-ൽ നിന്ന് 2 പ്രാവശ്യം 5 കുറയ്ക്കണം. പറ്റുമോ? സാധ്യമാണോ? സാധ്യമല്ല. 4 എന്നുള്ളത് ചെറുതാണ്. സോ നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാത്രമായിട്ട് ഇതിനെ ഒക്കെ മാറ്റാം. 95 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 954 മില്ലിമീറ്റർ എന്ന് കിട്ടി. അടുത്തത് 105 മില്ലിമീറ്റർ എന്നും കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ താഴത്തതും 105 മില്ലിമീറ്റർ എന്നാണ് വരിക. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നോക്കാം. 954 മില്ലിമീറ്റർ കുറയ്ക്കണം 105 മില്ലിമീറ്റർ കുറയ്ക്കണം 105 മില്ലിമീറ്റർ. ഇനി ഇവിടെ 4-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. സോ നമ്മൾ കടമെടുക്കും. 5-ൽ നിന്ന് 1 എടുക്കും. 14 എന്നാവും. 5 എന്നുള്ളത് 4ഉം ആവും. 14-ൽ നിന്ന് 5ഉം 5ഉം പോയാൽ നമുക്ക് 4ആണ് കിട്ടുക. ഇനി 4-ൽ നിന്ന് 0 പോയി 0 പോയാൽ 4 തന്നെയാണ്. പിന്നെ 9-ൽ നിന്ന് 1 പോയാൽ 8, 8-ൽ നിന്ന് 1 പോയാൽ 7. നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം 744 മില്ലിമീറ്റർ എന്നാണ്. ഇനി നമുക്കിതിനെ സെൻറ്റിമീറ്ററിലോട്ടും മാറ്റാം. നമുക്കറിയാം 10 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്കിവിടെ 744-ൽ എത്ര 10കൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹരിച്ച് നോക്കാം. 744 ഹരിക്കണം 10. 74-ൽ 7 10 ആണ്. 7 10 70. ബാലൻസ് 44. 44-ൽ 4 10 ആണുള്ളത്. 4 10 40 സോ ബാലൻസ് ആയിട്ട് നമുക്ക് 4 എന്ന് കിട്ടും. ഇവിടെ മുകളിൽ കിട്ടിയിട്ടുള്ള 74 അതാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. താഴെ കിട്ടിയിട്ടുള്ളതാണ് 4, അത് മില്ലിമീറ്റർ. സോ ഇവിടെ നമുക്ക് 74 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ് ഉള്ളത്. അതായത് ഇവിടെ 2 കഷ്ണങ്ങൾ 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ഉള്ള 2 കഷ്ണങ്ങൾ മുറിച്ച് മാറ്റിയപ്പോൾ നമുക്ക് 74 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും നീളമുള്ള റിബണാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമുക്ക് ഈ പാഠത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചാപ്റ്റർ ഡിസ്കഷൻ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ പോയി കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.